എന്തിനാ നമ്മൾ ഊട്ടി പോണേ? ഇത് കണ്ടില്ലേ? എന്താ പ്രകൃതി ഇത്ര മനോഹരമായി. അതെ പ്രിയമുള്ളവരെ, തിരൂർ, താനൂർ, താനാളൂർ, പകര, അരീക്കാട്, തലക്കടത്തൂർ ചുറ്റുവട്ടത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള ഗ്രാമവാസികൾക്ക് തങ്ങളുടെ സിമന്റ് കൂടാരമായ ഗ്രഹാന്തരീക്ഷത്തിലെ യാന്ത്രിക വിഷ്ടിയുടെ കറങ്ങുന്ന കൃത്രിമ കാറ്റിൽ നിന്നും അല്പം സ്വതന്ത്രമായി ശ്വാസോച്ഛ്വാസം നടത്താനും പ്രകൃതി ഭംഗി കണ്ട് പ്രഭാത സവാരിക്കും പറ്റിയ ഒരു പറുദീസയായി മാറിയിരിക്കുകയാണ് ശാന്തസുന്ദരമായ ഈ സ്ഥലം. പണ്ട് മഴക്കാലത്ത് തലക്കടത്തൂർ പാലത്തിന്മേൽ നിന്ന് നോക്കിയാൽ പകരം മുട്ടിപ്പാലം വരെ നോക്കത്ത ദൂരത്തോളം വെള്ളം കെട്ടിനിന്ന് ഒരു വൻ കായൽ പോലെ കാണുമായിരുന്നതും പിന്നീട് പലയിടത്തും പുരയിടങ്ങളും തെങ്ങും തോപ്പുകളും ഉണ്ടായപ്പോൾ അത്രത്തോളം കാഴ്ച ഇല്ലാതായി പോയതും ആയ ഈ പ്രദേശം സ്കൂൾ ചെയർമാൻ ലത്തീഫ് മൂപ്പന്റെ വീട്ടിന്റെ മുമ്പിലായി ചെമ്പ്ര അരീക്കാട് പള്ളി റോഡിന് ഒരു വശത്ത് മുണ്ടാപ്പാടവും മറുവശത്ത് അരീക്കാട് പാടവും അതിന് നടുക്കായി ഉള്ളൂർ ഭാഗത്തുനിന്ന് തുടങ്ങി തിരൂർ പുഴയിൽ വന്നുചേരുന്ന ഒരു കൈക്കോടിനിരുവശത്തുമായി നെല്ല്, കുമ്മട്ടി എന്നിങ്ങനെ പലതരം കൃഷിയും വേനൽക്കാലത്ത് ഫുട്ബോൾ മത്സരങ്ങളും ഇത്തരം ആംബിയൻസുകളുമായി പ്രകൃതി കനിഞ്ഞ് ആഗ്രഹിച്ച ഒരു സ്ഥലമായി ഈയിടെയായി ഇവിടം മാറിക്കഴിഞ്ഞു. തിരൂരിൽ നിന്നും താനാളുകളിൽ നിന്നും വരുന്നവർക്ക് ചെമ്പ്ര മേച്ചേരി മില്ലിന്റെ മുമ്പിൽ കൂടി കിഴക്കോട്ട് പോകുന്ന അഞ്ചടി റോഡിൽ കൂടി വാഹനത്തിൽ ഇവിടെ എത്തിച്ചേരാൻ പറ്റും. തലക്കടത്തൂരിൽ നിന്ന് പടിഞ്ഞാറ് ഭാഗത്തുള്ള ചെറിയ റോഡ് വഴി ഇക്കുട്ടുങ്ങൽ വരെ ഇരുചക്ര മുച്ചക്ര വാഹനങ്ങളിൽ വന്നു ബാക്കി കാൽനടയായും പകര കുന്നിന്മേൽ നിന്നും അയ്യായ റോഡ് ജംഗ്ഷനിൽ നിന്നും അരീക്കാട് തലപ്പറമ്പ് അങ്ങാടിയിൽ നിന്നും ചെറുവാഹനങ്ങളിലും വളരെ പെട്ടെന്ന് ഇവിടെ എത്തിച്ചേരാൻ പറ്റും. നല്ല ആംബിയൻസ് ആണ്, നല്ല വൈബുണ്ട്, നല്ല കാഴ്ചക്കുണ്ട്. ആസ്വദിക്കാൻ വേണ്ടി വന്നിരിക്കുക. ഇവിടെ ഇങ്ങനെ ഫേമസ് ആവാനുള്ള റീസൺ എന്താ അറിയോ? നിങ്ങളിപ്പോ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്. നമ്മൾ ഈ പാടത്തിന്റെ അതിർത്തി പെടൂലേ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ഈ തോട് തൂർന്നു തുടങ്ങിയിട്ട് കുറച്ചായിക്കണം. പുതിയ പദ്ധതി മനസ്സിൽ കാണുന്നുണ്ടോ? തോടിന്റെ രണ്ട് സൈഡ് ഭിത്തി കെട്ടാനും അതിൽ ചളി കോരി വെള്ളം കെട്ടി നിർത്താനുള്ള തീരുമാനങ്ങളൊക്കെ ഉണ്ട്, അടുത്തുണ്ടാവും. അതുപോലെ ഈ റോഡ് സൈഡില് ജനങ്ങൾക്ക് വരുന്നവർക്ക് ഇരിക്കാനുള്ള സീറ്റുകൾ നിർമ്മിക്കാനുള്ള തീരുമാനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ബ്ലോക്കിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവൂലേ? അതുപോലെ തന്നെ ഇപ്പോ ഒരുപാട് പേരാണ് നമ്മുടെ നാട്ടിലേക്ക് വരുന്നത്. ഈ ഒരു അവസരത്തിൽ എന്താ പറയാനുള്ളത്? ഒരുപാട് സന്തോഷം വരെ കണ്ടിട്ട് ഞങ്ങൾക്കും തന്നെ ഇതുപോലെ വൈകുന്നേരം വരാനും സംസാരിക്കാനും നമ്മള് പഴയ ആൾക്കാരൊക്കെ കാണുമ്പോൾ മനസ്സിന് ഒരുപാട് കുളിർമയുള്ള പിന്നെ ഈ കാറ്റ് ആസ്വദിക്കാൻ വരും. ഞങ്ങൾ ആദ്യമൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു, ആണുങ്ങളൊക്കെ വന്നിരിക്കുമ്പോൾ ഞമ്മക്കും വന്നിരിക്കാരുന്നുള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. അന്ന് വരുമ്പോൾ വേറെ ആരും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ പുറത്തുനിന്നാണ് ജനങ്ങൾ വരുന്നത്. അപ്പൊ ഞാനിപ്പോ ഉള്ളത് നമ്മുടെ അരീക്കാട് പാടത്താണ്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ പ്രാഥമിക സൗകര്യങ്ങൾ വേണ്ടത്ര ഇല്ല എങ്കിലും അതെല്ലാം പിന്നീട് കൊണ്ടുവരുമെന്ന് ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗത്തുനിന്നും അറിയിപ്പുകൾ വരുന്ന സ്ഥിതിക്ക് വരുംകാലങ്ങളിൽ കൂടുതൽ ആളുകളെ പ്രതീക്ഷിക്കാം. ഒരു വനിതാ സംരംഭം അടക്കം 3 ചായക്കടകളും സന്ദർശകരുടെ ബാഹുല്യം കൊണ്ട് താൽക്കാലികമായി ഉണ്ടായ കുറച്ചു തട്ടുകടകളും ഉണ്ടെന്നാലും പ്ലാസ്റ്റിക് കവറുകളോ കുപ്പികളോ മറ്റു ഉപയോഗശൂന്യമായ അസംസ്കൃത വസ്തുക്കളോ ചപ്പുചവറുകളോ പരിസരത്ത് ഉപേക്ഷിക്കാതിരിക്കുകയും കുട്ടികളുമായി വരുന്നവർ കുറ്റിച്ചെടികളും മറ്റും ധാരാളമായി ഉള്ള ഇവിടെ ഇഴജന്തുക്കളും മധ്യത്തിലായി റോഡ് സൈഡിൽ തന്നെ കൈവരികൾ ഇല്ലാത്ത ഒരു ജലാശയവും ഉണ്ടെന്ന് കാര്യം അറിയാതിരിക്കരുത്. എല്ലാവർക്കും നല്ല എൻജോയ്മെന്റ് ചെയ്യാൻ, കുട്ടികൾക്കായാലും ഫാമിലിക്കായാലും നമുക്ക് ഒരുമിച്ച് ഇരുന്ന് സംസാരിക്കാനൊക്കെ നല്ലൊരിതായി പോയി. ഇങ്ങനെ വേനലിന്റെ അധ്യക്ഷണത്തിൽ നിന്നും അല്പം കാറ്റുകൊള്ളാനും മറ്റുമായി നമ്മുടെ അമ്മ, ഉമ്മ, പെണ്ണമാര്, സഹോദരിമാരും കുടുംബങ്ങളും കുട്ടികളും വരുന്ന ഇവിടെയും മറ്റെല്ലായിടത്തും എന്നപോലെ പെട്ടെന്ന് കയറിവരുന്ന വൈറസുകളായ മദ്യമയക്കുമരുന്ന്, പൂവാല ശൃംഗാര സംഘങ്ങളുടെ ആറാട്ടും കയറി വരാൻ പറ്റിയ പല ഊടുവഴികളും ഉള്ളയിടം ആയതുകൊണ്ട് സ്ഥലത്തെ ലഹരി നിവാരണ സന്നദ്ധ സംഘടനകളും നഗരസഭ അധികൃതരും പരിസരവാസികളും പ്രത്യേകം അതൊക്കെ കാര്യമായി തന്നെ നിരീക്ഷിക്കേണ്ടതുണ്ടെന്ന് ഇവിടെ പ്രത്യേകം ഓർമ്മിക്കണം. ഫാമിലി ആയിട്ട് വരാൻ പറ്റിയ അടിപൊളി സംഭവമാണ്. ബീച്ചിനെക്കാട്ടി എത്രയോ ആസ്വദിക്കാൻ പറ്റിയ സംഭവമാണ്. കടപ്പുറത്ത് പോയിട്ട് ഇരിക്കണേക്കാട്ടി നല്ല സുഖം ഇവിടെ ഇരിക്കണം. എന്താ പേരെന്താ? ഫാത്തിമ ഷാഹിന. എവിടെ സ്ഥലം വരുന്നത്? താനാളൂരല്ലേ? ഇവിടെ വന്നിട്ട് എങ്ങനെയുണ്ട്? അടിപൊളിയാണല്ലേ? ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. നമുക്കൊരു പാട്ട് പാടാല്ലേ? നന്നായിട്ട് പാടും മോള്, നമുക്കൊന്ന് കേട്ടു നോക്കാം. പാടിക്കോളൂ. മണിവൈരം മാണിക്യം മരതകം നാണിക്യം മതിയഴകായി മേവുന്ന മതിമുകിയാള് അവളുടെ മധുരിതമാം പേരല്ലോ ഹുസ്നുൽ ജമാലി മഹിൽ മഹാ
സീനെന്ന് മഹിമഴയും സുൽത്താനിൻ മലർമഴവിൽ ായിട്ടൊരു കനിമോള് അവളുടെ മധുവൊഴുകും പേരാണ് ഹുസ്നുൽ ജമാല്. ഏത് സ്കൂളിലാണ്? മീനടുത്തൂർ സ്കൂളല്ലേ? എന്താ വേണ്ടത് എന്റെ വക ഗിഫ്റ്റ് ആയിട്ട്? അഴകാണ് കുളിരാണ് കൽബാണെന്റുമ്മ അലിവിന്റെ മനസ്സുള്ള പ്രേമാണെന്റുമ്മ അമ്മിഞ്ഞ പാലേകി അതിരില്ല കനിവേകി താരാട്ടിൻ നിശലിന്നു മറക്കുകില്ല ആ സ്നേഹം അകതാരിൽ മായുകില്ല. അഴകാണ് കുളിരാണ് കൽബാണെന്റുമ്മ അലിവിന്റെ മനസ്സുള്ള പ്രിയമാണ്